ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അവൽ വിളയിച്ചതാണ്. അതിന് ഞാൻ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ഇവിടെ ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് കറുത്തെള്ളിട്ട് കൊടുക്കാം. കറുത്തെള്ളിട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ചൂടായി വരണം. ഇതിനകത്തിലേക്ക് നമുക്കൊരു 4-5 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചൂടായി വരണം. ഇനി നമുക്കിത് വേറെ പാത്രത്തോട്ട് മാറ്റി കൊടുക്കാം. നമുക്ക് ആ പാത്രത്തിനകത്തോട്ട് ഞാനൊരു 250 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. അതിനകത്തിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങ ചിരികിയത് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്കിത് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ഇച്ചിരി ഇതായെടുത്തത് ശർക്കര പാനിയാക്കാനും അതിനുള്ള സമയമുള്ളൂ. ഈ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് പാകമാവാനേ ഉള്ളൂ. അത് നമുക്ക് ഒരു 5 മിനിറ്റ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ശർക്കര ഞാൻ പാനി ഇതാക്കി വെച്ചതല്ല, ഒറ്റനൂൽ പരുവാക്കി വെച്ചതല്ല. ശർക്കര ഒന്ന് ഇതെല്ലാം മാറി ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ്, അല്ലാതെ ഒറ്റനൂൽ പരുവല്ല. ഇതൊക്കെ ഇങ്ങനെ തയ്യാറാക്കി വെക്കാമെങ്കിൽ 1-2 ആഴ്ച നമുക്ക് കേടുകൂടാതാനിരിക്കും. ഇത് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇത് ചായക്ക് നല്ലതാണിത്. ഓരോ സ്പൂൺ കൊടുക്കാമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല, അറിയത്തില്ല ഇതെന്താണെന്ന്. അതുകൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യിട്ട് കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ വറ്റി വരണം. ഇതാണ് നമ്മുടെ പരുവാണ്. എല്ലാം നല്ലതുപോലെ വറ്റി തേങ്ങ എല്ലാം നല്ല വിട്ട് വരുന്നുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നാറണം. ഈ ചൂടോടെ തന്നെ നമ്മൾ അവലിട്ട് കഴിഞ്ഞാൽ അത് കല്ലിക്കും. ഒരുമാതിരി കട്ടിയാണ് തിന്നാൻ. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുമാതിരി കട്ടി. അത് ഈ ചൂടോടെ തന്നെ അവലിടുന്നതുകൊണ്ടാണ് കട്ടിയാവുന്നത്. ഇതൊരു 10 മിനിറ്റ് ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ 2 കപ്പ് അവലാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. നമുക്ക് മട്ട അവല ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വെള്ള അവല ഉള്ളായിരുന്നു, അതാണ് എടുത്തത്. 2 കപ്പ്. നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, വെള്ളം എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ ഉണ്ട് ഏലക്കയുടെ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം.